ഇന്ന് ഈ മാർച്ചിൻ്റെ അവസാന രാത്രിയിൽ യുദ്ധത്തിൻ്റെ 32-ാം ദിവസം കടന്നു പോകുമ്പോൾ ഇസ്രയേലിനകത്ത് നിന്ന് വരുന്ന ചില വാർത്തകൾ ലോകം മുഴുവനും മാധ്യമങ്ങൾ വിശകലനം ചെയ്യുകയാണ്. യുദ്ധം തുടങ്ങി വെച്ചതുപോലല്ല ഇസ്രയേലിനുള്ളിലെ ഇപ്പോഴത്തെ സാഹചര്യമെന്ന് എല്ലാ മാധ്യമങ്ങളും പറയുകയാണ്. ജനങ്ങൾ അവിടെ വളരെ അസ്വസ്ഥരായിട്ട് തെരുവിലിറങ്ങുന്ന ഒരു രീതി പ്രകടമാണ്. നമ്മൾ മലയാളികളും ധാരാളം ഉള്ളതാണ് ടെൽ-അവീവിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ. അവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണിത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ യുദ്ധം വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിലക്കയറ്റം രൂക്ഷമാകുന്നത് കണ്ടിട്ട് ആളുകൾക്ക് മേൽ ആയുധങ്ങൾ വന്ന് പതിക്കുന്നത്, അതിൻ്റെ ആശങ്ക വർദ്ധിക്കുന്നത് കണ്ടിട്ട് വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ, യൂണിവേഴ്സിറ്റികൾ തുറക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ, റോഡിലിറങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 100,000 പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി മാനസികാഘാതം ഏറ്റുവാങ്ങുന്നവരുടെ എണ്ണം ഇസ്രയേലി പൗരന്മാരുടെ ഇടയിൽ ഇസ്രയേലിൽ തന്നെ കൂടുകയാണെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ട വരുമാനമായിട്ടുള്ളത് ടൂറിസം വരുമാനമാണ് ഇസ്രയേലിന്. അതും സമ്പൂർണ്ണമായി നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് വരുമാനമില്ല. ഇതിനിടയിൽ ബെന്യാമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ തെരുവിലേക്ക് വ്യാപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നും ഇതേ മാധ്യമങ്ങൾ പറയുകയാണ്. സാമ്പത്തികാഘാതം വിചാരിച്ചതുപോലല്ല. ഇനി എത്ര കാലം മുന്നോട്ടിങ്ങനെ പോകും, എത്ര കാലം ഇതൊക്കെ ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ അസ്വസ്ഥരാകുന്നത് എന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, വിമാനത്താവളങ്ങൾ പോലും നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കൈവശമുള്ള ആയുധം തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി തികയാതെ വരുന്നു എന്ന അഭിപ്രായത്തിൽ ആളുകൾ നിൽക്കുന്നു. ടെക്നോളജി വിചാരിച്ചതുപോലെ ഫലവത്താകുന്നില്ല എന്ന പരാതി ഉയരുന്നു. മൊസാദും നെതന്യാഹുവും തമ്മിൽ തെറ്റിയിരിക്കുകയാണെന്ന വാർത്ത പരക്കുന്നു. ഇങ്ങനെയുള്ളൊരു 100,000 കാര്യങ്ങൾ വേട്ടയാടുന്ന സമൂഹമായി ഇപ്പോഴത്തെ ഇസ്രയേൽ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 5 ഇലക്ഷൻ കണ്ടതാണ് ഇസ്രയേലിൽ. കാര്യമെന്താ? ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ തൽക്കാലം തട്ടിക്കൂട്ടിയെടുക്കുന്ന ഗവൺമെൻറ്റുകൾ വന്നിട്ട് ഭരണപരിഷ്കാരം കൊണ്ടുവന്നിട്ട് ബജറ്റ് പാസ്സാക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ 2002 അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു തിരഞ്ഞെടുക്കപ്പെടുകയും 2026 ഒക്ടോബറിൽ വീണ്ടും ഇലക്ഷൻ വരാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി ഇലക്ഷൻ നടത്തിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പിലേക്ക് നെതന്യാഹു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ശക്തമായി പ്രതിരോധിക്കുമ്പോൾ ഒരുപക്ഷെ നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമോ, അതിനുവേണ്ടിയാണോ യുദ്ധത്തിൻ്റെ ആസക്തി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ആളുകൾ പ്രക്ഷോഭത്തിനിറങ്ങുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചരിത്രം നോക്കുന്ന എല്ലാവർക്കും അറിയാം, 96 അധികാരത്തിൽ വന്ന നെതന്യാഹു പല വർഷങ്ങളിലായിട്ട് 10-18 വർഷം ആയിട്ട് ഇപ്പോൾ ഇസ്രയേലിനെ ഭരിക്കുന്നു. നേരത്തെ ഇസ്രയേലിൻ്റെ സ്ഥാപക മേധാവി എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെൻ ഗുറിയൻ എന്ന നേതാവ് 14 വർഷം ഭരിച്ചതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. അതിനെ മറികടന്നിട്ടാണ് നെതന്യാഹു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതേ നെതന്യാഹു ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം എപ്പോൾ തീരുമെന്നതിനെക്കുറിച്ചൊരു സൂചന കൊടുത്തിരിക്കുന്നത്, അതിങ്ങനെ ടൈം ഷെഡ്യൂളൊന്നും പറയാൻ പറ്റില്ല, അതിനൊരു കലണ്ടറില്ല, അത് പകുതി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുക എന്ന് ചില മാധ്യമങ്ങളോട് സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട്. ഒരൽപ്പം ദേഷ്യം വന്നതുപോലെ നമ്മുടെ ട്രംപ് പറയുന്നൊരു കാര്യം, നിങ്ങൾ വേണമെന്നുള്ളവർ, പ്രത്യേകിച്ച് UK-യും യൂറോപ്യൻ ശക്തികളും വേണമെന്നുള്ളവർ പോയി ഹോർമൂസിൽ നിന്ന് അവനവൻ്റെ എണ്ണ എടുത്തുകൊള്ളുക. ഒരാളെയും സഹായിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല. നിങ്ങളാരും ഞങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന പരിഭവവും പരാതിയും ഉയർത്തിക്കൊണ്ട് ട്രംപ് ഈ വാദം മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. ട്രംപിൻ്റെ അനുയായി അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഹെഗ്സത്ത്, അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ള ലോകം മുഴുവൻ നോക്കിയിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പ്രവചനാതീതമാണ് കരയുദ്ധത്തിൻ്റെ കാര്യം, പ്രവചനങ്ങൾക്കതീതം തന്നെയാണ് സൈനികമായ ലക്ഷ്യങ്ങൾ. ഈ പറഞ്ഞ 2 വാചകത്തിലും എന്തൊക്കെയോ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ലോകമാധ്യമങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായൊരു കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് എല്ലായിടത്തും വലിയ ചർച്ചയായി, വിശകലന വിദഗ്ധന്മാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അത് ട്രംപിൻ്റെ ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാവസ്ഥ, കപ്പലുകളെ കടത്തിവിടാത്തൊരവസ്ഥ, അത് തുടർന്നാലും അത് തുറന്നില്ലെങ്കിലും ഒരുപക്ഷെ യുദ്ധം നിർത്തിവെച്ചേക്കാം എന്ന് ട്രംപ് തന്നെ പറയുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇങ്ങനെ അല്പം മാറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ട്രംപ് ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ ഈ യുദ്ധം നിൽക്കുമെന്ന്. ഇനിയിപ്പോൾ കടുപ്പിച്ചിട്ട് ഹോർമൂസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ആക്രമണം ശക്തമാക്കിയാൽ തന്നെ ഈ 4 മുതൽ 6 ആഴ്ച വരെ എന്നുള്ള ടൈം ഫ്രെയിം കടന്നു പോകുമെന്നുള്ളത് ഉറപ്പാണ് ട്രംപിനും വൈറ്റ് ഹൗസിനും എന്നാണ് നിരീക്ഷകർ പറയുന്നത്.
അതുകൊണ്ടാണ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്തിയേക്കും, അവിടെ തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ വൈറ്റ് ഹൗസ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ഒരു നിഗമനമായി പുറത്തു വരുന്നത്. ഇതൊന്നും ദുബായ് വാർത്ത ദുബായിലിരുന്ന് പറയുന്നതല്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, നിരീക്ഷകർ, ചർച്ചാ വിദഗ്ധർ, സൈനിക മേധാവിമാർ, ഭരണാധികാരികൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലയിടങ്ങളിലായിരുന്നു പറയുന്നതിനെ അവിടുത്തെ പ്രകമ്പനങ്ങളെ സമാഹരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മാത്രം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇസ്രായേലിലെ സാഹചര്യം പറഞ്ഞതുപോലെ വിലക്കയറ്റത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്നു അമേരിക്കയ്ക്കുള്ളിൽ ആഭ്യന്തര വിപണി എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പരക്കെ വരികയാണ്. പഞ്ചസാര, ബീഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ അമേരിക്കക്കാർക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ല എന്നറിയാമല്ലോ. അവരുടെ ആഹാരക്രമത്തിൽ നമുക്കിപ്പോൾ അരി വേണമെന്ന് പറയുന്നത് പോലെ ഈ പഞ്ചസാരയ്ക്കും ബീഫിനുമൊക്കെ മിനിമം 10% കണ്ട് വിലവർധനവ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു. ഗ്യാസ് ഒരു ഗാലന് ഈ 2022 കഴിഞ്ഞിട്ട് ഇന്ന് വരെ $4 കണ്ടിട്ടില്ല. ആ $4 ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ 3.99 ആയിരുന്നു. ഇന്നിപ്പോൾ $4 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഗ്യാസിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ വിപണിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ആളുകൾ പരിഭ്രാന്തരാണ്. പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയുള്ള തിക്കും തിരക്കുമാണ്. അവർ സർവേകളിലെല്ലാം ട്രംപിൻ്റെ വിലയിടിവിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതൊക്കെ പറയുന്നത് അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെയാണ്. CNN വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നു. ഏത് മാധ്യമം അമേരിക്കയുടെ ഇത്തരം ആഭ്യന്തര കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നോ അവരൊക്കെ വ്യാജ വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് അവരെ ആക്ഷേപിക്കുന്നത് എന്ന പരാതിയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ഇറാൻ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയ കാര്യം ഇറാൻ്റെ മാധ്യമങ്ങൾ തന്നെ പുറത്തറിയിക്കുന്നത് ഇങ്ങനെയാണ്: ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ എണ്ണയുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടി വരും, കപ്പം കൊടുക്കേണ്ടി വരും. അത് ഒമാനുമായിട്ട് ചേർന്ന് ഇറാൻ ആ കപ്പം ഈടാക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇന്നത്തെ പാർലമെൻറ്റ് തീരുമാനം വന്നിരിക്കുന്നത്. ആ ഒരു വ്യവസ്ഥയ്ക്കൊരു അംഗീകാരം കൊടുത്തു എന്നാണ്. ഇനി അങ്ങനെ ഫീസ് കൊടുത്താലും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നെന്ന് കരുതപ്പെടുന്ന ഒരൊറ്റ കപ്പലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച ഏതുവരെയായി എന്നാണ് വിചാരം. അതിപ്പോൾ ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അമേരിക്കയുമായി ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല, ചർച്ചയ്ക്ക് പോയിട്ടുമില്ല. പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തയച്ചു എന്ന് പറയപ്പെടുന്ന 15 നിർദ്ദേശങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് സ്വീകാര്യവുമല്ല. പാകിസ്ഥാൻ അടക്കമുള്ള ചില മധ്യസ്ഥരുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന വാസ്തവം മാത്രമാണ്. അല്ലാതെ അമേരിക്കയുമായി യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ചോ പുതിയ ഡീൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ ചർച്ച നടത്തിയിട്ടേയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനിടയിൽ BBC വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗവേഷണ റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇറാനിലെ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ പൊതു രംഗത്തുള്ള പ്രവേശം, അവരുടെ അപ്പിയറൻസ്, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? എവിടെയാണ് മുജ്തബ ഖാമിനി? പുതിയ സുപ്രീം അധികാരി എന്ന് പറയുന്ന മുജ്തബ ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല. മാർച്ച് 8 തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എന്നുള്ള വാസ്തവം BBCയും സമ്മതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ചില പ്രസ്താവനകൾ എഴുത്തു രൂപത്തിൽ വരുന്നതല്ലാതെ ഒരു പബ്ലിക് അപ്പിയറൻസ് പിന്നെ നടത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാൻ്റെ കാര്യമോ? അദ്ദേഹം മാർച്ച് 26 ടെഹ്റാനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ ടെലിവിഷൻ എടുത്ത് കാണിച്ചു എന്നുള്ളതാണ് അവസാനത്തെ പബ്ലിക് അപ്പിയറൻസ് ആയിട്ട് ഇപ്പോൾ പറയുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് BBC പറയുന്നു. അവശ്യ സാധനങ്ങൾക്ക് ഒരു കാരണവശാലും ഇറാനിൽ വില വർദ്ധിപ്പിക്കാൻ പാടില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം വരാനും പാടില്ല. ആരും സാധനങ്ങൾ പൂഴ്ത്തിവെക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി കിട്ടുന്നെന്നും സപ്ലൈ ചെയിൻ വളരെ കറക്റ്റാണെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ, ടെസ്റ്റുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നതെന്നും BBC പറയുകയാണ്. മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് എവിടെയൊക്കെ അമേരിക്കൻ സ്ഥാപനങ്ങളുണ്ടോ അവിടേക്കൊക്കെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഇറാൻ ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോണിൽ സംസാരിച്ചു. മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുകയും സമാധാനാന്തരീക്ഷം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് UAEയിലേക്ക് ഇന്ന് ഈ മാർച്ച് 31 വന്ന ആക്രമണങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതലായിരുന്നു എന്ന് കാണാം. 8 ബാലിസ്റ്റിക് മിസൈലുകൾ UAE നിർവീര്യമാക്കി.
4 ക്രൂയിസ് മിസൈലുകൾ നിർവീര്യമാക്കി. ഈ ക്രൂയിസ് മിസൈലുകൾ കഴിഞ്ഞ കുറേ നാളായിട്ട് വരില്ലായിരുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ഇപ്പുറമാണിപ്പോൾ ഈ ക്രൂയിസ് മിസൈലുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ 8 4 12 മിസൈലുകളാണ് നിർവീര്യമാക്കിയത്. 36 ഡ്രോണുകളും നിർവീര്യമാക്കി. ഇതിനിടയിൽ 3 സുപ്രധാന സ്ഥലങ്ങളിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുകയോ വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷാർജയിൽ തുറയ്യ എന്ന് പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബിൽഡിംഗ്. രണ്ടാമത്തേത് ദുബായിയുടെ കടൽ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കുവൈറ്റ് എണ്ണക്കപ്പൽ, അൽ സൽമി എന്നാണ് അതിൻ്റെ പേര്. അതിന് 2 മില്യൺ ബാരൽ എണ്ണ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഡ്രോൺ ആക്രമണം നടക്കുന്നത്. പക്ഷേ കണ്ടെയ്നറിനൊരു കേടുപാടും പറ്റിയിട്ടില്ല, ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. 24 ജീവനക്കാരുണ്ടായിരുന്നു, എല്ലാവരും സുരക്ഷിതരാണ്. വളരെ പെട്ടെന്ന് തന്നെ ദുബായിൽ നിന്ന് പോലീസും സൈന്യവുമൊക്കെ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിർവീര്യമാക്കാൻ പറ്റി, ഒരാൾക്കും ഒരു പരുക്കുമില്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റി എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടും വരികയാണ്. ഇനി ദുബായിയുടെ തന്നെ സൗത്ത് ഭാഗത്ത് ഒരു വീടിന് നേർക്ക് ഇങ്ങനെ അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ട് 4 പേർക്ക് പരുക്ക് പറ്റി, അതിൽ 2 ഇന്ത്യക്കാർക്കും പരുക്ക് പറ്റി എന്ന റിപ്പോർട്ടും വരികയാണ്. ഈ 32 ദിവസമായിട്ടുള്ള ഇറാൻ്റെ ഭാഗത്തുള്ള ആക്രമണത്തിൽ 188 പേർക്കാണ് പരുക്ക് പറ്റിയത് എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിൽ പറയുന്നു. അതേസമയം തന്നെ ദുബായ് പോലീസും അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും യുഎഇയുടെ ഒഫീഷ്യൽ ഗവൺമെൻറ് മീഡിയ ഓഫീസുകളും ഒക്കെ പറയുന്ന കാര്യമുണ്ട്, ഈ ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ പ്രാധാന്യത്തിലുള്ളതാണ്, ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോഴോ ഇൻ്റർസെപ്ഷൻ്റെ ശബ്ദം കേൾക്കുമ്പോഴോ അത് കാണാൻ വേണ്ടി പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് നോക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, പെട്ടെന്ന് മൊബൈൽ എടുത്ത് അതിനെ പകർത്താൻ വല്ലതും കിട്ടുമോ എന്ന് ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അതൊന്നും നല്ല പ്രവണതയല്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറണം എന്ന് ഔപചാരികമായി പറയുമ്പോൾ നമ്മളതൊക്കെ അനുസരിച്ചുകൊണ്ട് നിൽക്കുക എന്ന കാര്യം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ വില കൂടുതലാണെന്ന് വന്ന പരാതികൾക്ക് ഒരുപാട് ശമനമുണ്ടായി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് ധീരമായ നിലപാടുകളെടുത്തു. അതിശക്തമായിട്ടുള്ള സപ്ലൈ ചെയിൻ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഇടപെട്ടു. എങ്ങനെയാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും സാധനങ്ങൾ ഫുജിയറ തീരത്തും മറ്റും കൊണ്ടുവന്നിട്ട് സമഗ്രമായ വിതരണം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പുതിയ മോഡൽ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ പറ്റിയത്. അപ്പോൾ ദുബായിൽ മാത്രം ദുബായ് രാജകുമാരൻ പ്രഖ്യാപിച്ചിരിക്കുന്ന $1 ബില്യൺ സമാശ്വാസ പാക്കേജ് ബിസിനസ്സുകാർക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും എന്ന രൂപത്തിൽ ഇപ്പോൾ നാളെ മുതൽ ഏപ്രിൽ 1 മുതൽ അതിനുള്ള അവസരത്തിലേക്ക് വരികയാണ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിഭജനം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, ഏതൊക്കെ ഫീസുകൾ വരും, അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. നിലവിലെ സാഹചര്യത്തിൽ യുഎഇയിലെ സ്കൂളുകളിൽ ഏപ്രിൽ 17 വരെ റിമോട്ട് ലേണിംഗ് തുടരും എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ദുബായ് KSDAയും ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അസ്ഥിര കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നത് അതുപോലെ സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് യുഎഇയിലുടനീളം പല ഘട്ടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള മഴ പെയ്തു. അബുദാബി ദഫ്രയിൽ ആലിപ്പഴ വർഷം ഉണ്ടായിരുന്നു. അലൈൻ ഭാഗത്തൊക്കെ ശക്തമായ മഴ കിട്ടി. യുഎഇയുടെ എല്ലാ എമിറേറ്റുകളിലും, പ്രത്യേകിച്ച് നോർത്തേൺ എമിറേറ്റുകളിലും ദുബായിലുമൊക്കെ ഇടവേളകളിൽ കൃത്യമായ മഴ ലഭിക്കുന്ന രീതി പ്രകടമായിരുന്നു. നാളെയും തുടരും. മറ്റന്നാൾ മാത്രമേ ഈ അസ്ഥിര കാലാവസ്ഥ അവസാനിക്കുകയുള്ളൂവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒമാനിലും ഇതാണ് അവസ്ഥ. പല ഗവൺറേറ്റുകളിലും മഴ പെയ്യുകയാണ്. ലോകം മുഴുവനും എണ്ണ വില കൂടി, പലയിടത്തും കുതിച്ചുയരുന്നു, പലയിടത്തും കിട്ടാനില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. യുഎഇയിൽ ഇന്ന് ഏപ്രിൽ മാസത്തേക്ക് വേണ്ടിയുള്ള വിലപ്രഖ്യാപനം വന്നപ്പോൾ 1 ലിറ്ററിന് ഏതാണ്ട് 80 ഫിൽസിൻ്റെ വർധനവ് പ്രകടമാണ് എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. മറ്റു പല പ്രദേശങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ, അന്താരാഷ്ട്ര വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് കുറവാണെങ്കിലും യുഎഇയുടെ നിലവാരത്തിൽ നോക്കുമ്പോൾ കൂടുതലാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ വിവരം വന്നത് മുതൽ തന്നെ ഉച്ചയോടുകൂടി എല്ലാ പെട്രോൾ സ്റ്റേഷനുകളിലും പെട്ടെന്ന് അവരുടെ ടാങ്കുകൾ ഫില്ല് ചെയ്യാനുള്ള തിരക്കാണ് എന്ന കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനിടയിൽ ഇന്ന് ഇസ്രായേൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു കാര്യം കൂടി ലോകം മറന്നു പോകരുത്. ഫലസ്തീൻ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പാർലമെൻറ്റ്. അതിനെതിരെ യുഎഇ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ അടക്കമുള്ള GCC ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായി അപലപിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മിസൈലുകളും ബോംബുകളും ഈ ഡ്രോണുകളും വന്ന് പതിക്കുന്നിടത്ത് മാത്രമല്ല ലോകം മുഴുവനും അസ്വസ്ഥതയും സമാധാനക്കേടും ഉണ്ടാകുന്നു ഈ യുദ്ധം കാരണം. യുദ്ധം തുടങ്ങി വയ്ക്കുന്നവർക്ക് തന്നെ അവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത പൊറുതി മുട്ടുന്ന അവസ്ഥയാണെന്ന കാര്യം ലോകം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാനം പുലരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. 800-ലധികം കോടി ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമാണ് ജീവിക്കാനുള്ള അവകാശം എന്നത് മനസ്സിലാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിവേകം അതാത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് മാത്രം ആശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട്
ദുബായ് വാർത്തയുടെ ഇന്നത്തെ ലേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara, Sharjah, Harim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Lusud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.